റൂറൽ SP ഓഫീസിലേക്ക് ഒരു ഫോൺ വന്നു. അപ്പോൾ ആ ഫോൺ വന്നതിന് ശേഷം പിന്നീട് ഒരു വലിയ വിവാദമായി മാറി. ആ വിവാദത്തിൽ ഫോൺ വിളിച്ച പോലീസുകാരനെതിരെ അന്വേഷണം. പോലീസുകാരന്റെ നടപടി അച്ചടക്ക ലംഘനമെന്നാണ് വിലയിരുത്തൽ. പരാതി നൽകേണ്ടിയിരുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണെന്ന് റൂറൽ ഓഫീസ്. ഓഫീസിൽ നിന്നും തന്നോട് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു പരാതി. നമുക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കാം. സാറേ, ഞാൻ പെരുമ്പാവൂര് ട്രാഫിക് സ്റ്റേഷനിലായിട്ട് അവിടെ നിന്ന് കളമശ്ശേരിയിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് ഇപ്പോൾ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരനാണ്. സാറേ, ഞങ്ങൾ 3 പേരാണ് അറ്റാച്ച് അവിടെ പോയത്. അപ്പൊ അതിൽ ഒരാൾക്ക് ജാക്കറ്റ് കിട്ടിയിട്ടില്ല, റിഫ്ലക്ടർ ജാക്കറ്റ് ഇല്ല. അപ്പോൾ രാത്രി 6 മണിക്ക് ശേഷം അവിടെ റിഫ്ലക്ടർ ഇല്ലാണ്ട് ഡ്യൂട്ടി എടുക്കാൻ ഭയങ്കര പാടാണ്. വണ്ടി ഔഷധി പെരുമ്പാവൂരാണ് ഡ്യൂട്ടി ട്രാഫിക്. അപ്പോൾ ട്രാഫിക് സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ അവിടെ സാധനം ഇല്ല. ഉണ്ടായിരുന്ന 2 ഞങ്ങളുടെ 2 പേർക്ക് കൊടുത്തു. ഒരാൾക്ക് കിട്ടിയിട്ടില്ല, അത് എനിക്കാണ് കിട്ടാനുള്ളത്. അപ്പൊ ഇന്ന് ഡ്യൂട്ടിക്ക് അപ്പൊ ജാക്കറ്റ് വേണമായിരുന്നു. അപ്പൊ അതിനുള്ള നടപടി ചെയ്യണം. അത് ട്രാഫിക് സ്റ്റേഷനിൽ വിളിച്ച് ട്രാഫിക് സ്റ്റേഷനിൽ ഇല്ല. അപ്പൊ പിന്നെ ഇതിന്റെ അണ്ടർ എല്ലാം SP അല്ലേ ഇതിന്റെ പറയുന്നത്? അങ്ങോട്ട് കേക്കടോ. താൻ SP അവിടെ കൊണ്ടുവന്ന് ഇയാൾക്ക് ജാക്കറ്റ് തരുമോ? അങ്ങോട്ട് പറയുന്നത് അങ്ങോട്ട് മനസ്സിലാക്കൂ. താങ്കൾ ഒരു പോലീസുകാരനല്ലേ സാറേ? ഇല്ലെങ്കിൽ പിന്നെ അത് എവിടെ? ഇതിന്റെ അതോറിറ്റിയിലല്ലേ പറയണ്ടേ? അതെന്ത് വർത്താനം പറഞ്ഞേ? അങ്ങനെയാണോ SP ഓഫീസിലായിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടത്? ഞാനിപ്പോ എന്റെ ഫോണിൽ ഞാനത് കേട്ടു. ആ ഫോണ് ഓൾറെഡി ഞാനിപ്പോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പറയുന്ന കേൾക്കും മേഡം. സാറേ ഇപ്പൊ ഇത്ര എടോ എന്നാലോ വിളിച്ചേ. ശരൺ, ഇതിനകത്ത് യഥാർത്ഥത്തിൽ SP ഓഫീസിലോട്ട് വിളിച്ചിട്ടല്ലല്ലോ ഈ റിഫ്ലക്ടർ വേണമെന്നൊക്കെ ആവശ്യപ്പെടേണ്ടത്. അത് SP ഓഫീസിൽ നിന്ന് പറയുന്നത് ന്യായം. മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്താണ് സംഭവം ശരൺ? അരുൺകുമാർ, അത്തരത്തിലൊരു മോശപ്പെട്ട പരാമർശം ഉണ്ടായി എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥൻ പരാതിയായി ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം. അതായത് ഈ കളമശ്ശേരി AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹത്തെ താൽക്കാലികമായിട്ടാണ് ഡ്യൂട്ടിക്കായി ചുമതലപ്പെടുത്തുന്നത്. അതായത് പെരുമ്പാവൂരിലെ ട്രാഫിക് ഡ്യൂട്ടിക്കായി ചുമതലപ്പെടുത്തി. ഇതിനിടയിലാണ് റിഫ്ലക്ടർ ജാക്കറ്റ് തനിക്കില്ല, അത് രാത്രികാലങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് SP ഓഫീസിലേക്ക് വിളിച്ചത്. ഇതിൽ ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനം ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ റൂറൽ SP ഓഫീസ് പറയുന്നത്. കാരണം അത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് അറിയിക്കേണ്ടത്. ഒന്നുകിൽ ട്രാഫിക് SHOയെ അറിയിക്കാം, അല്ലെങ്കിൽ പെരുമ്പാവൂർ ASP അറിയിക്കാം. അതുമില്ലെങ്കിൽ റൂറൽ SP തന്നെ നേരിട്ട് പരാതി നൽകാവുന്നതാണ്. പക്ഷെ അത്തരത്തിൽ നൽകാതെ റൂറൽ SP ഓഫീസിലെ ലാൻഡ് ലൈനിലേക്കാണ് വിളിച്ച് ഈ പരാതി പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടിയാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിനോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇദ്ദേഹത്തിനെതിരെ നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താനൊരു പരാതി പറയാനായിട്ട് SP ഓഫീസിലെ ലാൻഡ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ മോശപ്പെട്ട പരാമർശം മറ്റേ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ആരോപണമായി ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, എന്താ അല്ലേ റിഫ്ലക്ടർ കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഹലോ SP അല്ലേ, ഒരു റിഫ്ലക്ടർ കൊടുത്ത് അയക്കുമോ? SPക്ക് അതാണോ പണി? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ സ്റ്റേഷനിൽ പോയി പറയണ്ടേ സാർ? എന്നിട്ട് ഇത് വിളിച്ച് റെക്കോർഡ് ചെയ്യുക. അങ്ങനെ വിളിക്കുന്ന സമയത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതും മോശമാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ.